So welcome or welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനം, അതായത് വലിയ ചിക്കൻ കറി അല്ലെങ്കിൽ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയാം. ചെറിയ ചെറിയ നൂഡിൽസ്, ബുൾസൈ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കയറുന്ന ഞാൻ പ്രോൺസ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്, ഓർ ചെമ്മീൻ ചോറ്. ഓക്കെ, സോ ഇത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, കാരണം ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല, ഇടക്കിടക്കാണ് കയറാറുള്ളത്, ചെറിയ ചെറിയ സാധനങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. ആൻഡ് ഇന്നെൻ്റെ അമ്മ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യും അല്ലേ? ഷി വിൽ ഹെൽപ്പ് മീ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മൾ ഇൻഗ്രീഡിയൻസ് നമ്മളെല്ലാം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കം, ടൊമാറ്റോ, ഇത് ഗ്രാമ്പൂ, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, ഇതാണ് വെജിറ്റബിൾസ്. ഇത്രയും വെജിറ്റബിൾസാണ് നമുക്ക് വേണ്ടത്. പിന്നെ അരി, പിന്നെ ഗീ, പിന്നെ ചെമ്മീൻ നമ്മൾ ഓൾറെഡി മസാല ഇട്ട് വെച്ചതാണ്. മസാല മീൻസ് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, ഇത്രയാണ് ഇതിൽ ഇട്ട് വെച്ച് മിക്സ് ചെയ്തിട്ടുള്ളത്. കുറച്ച് സമയമായി അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് നമ്മൾ അടുത്ത പരിപാടി. ഈ ചെമ്മീൻ ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, ആദ്യം ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്നത്. ഒരു ലൈറ്റ് ഫ്രൈ എന്ന് വേണ്ടിക്ക് പറയാം. അപ്പോൾ അതാണ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് അത് വെച്ച് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ചെമ്മീൻ ബോയിലാവാൻ ഒരു 10 മിനിറ്റ്സോളം അത് നല്ല രീതിയിലൊന്ന് ബോയിലാകാൻ വേണ്ടിയിട്ട് വെക്കാം. സോ ആദ്യം നമുക്ക് ചെമ്മീൻ ഇടാം. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചോറ് കൂടെ ബോയിലാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മളങ്ങനെ ചെമ്മീൻ ബോയിലാവാൻ വെച്ചു. പിന്നെ ചോറിനുള്ള വെള്ളവും വെച്ചു. അതിലൊരു മിസ്റ്റേക്ക് പറ്റിയത്, ചെമ്മീനിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ വെള്ളം ഇത്ര വേണ്ട, കുറച്ച് മതി, വളരെ കുറച്ച് മതി. ഞാൻ കുറച്ചധികം ഒഴിച്ചു പോയി, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അത് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. പിന്നെ ഞാൻ റൈസിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് എത്രയാണോ റൈസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് പാകത്തിനായിട്ട് ഇട്ടാൽ മതി. അതിനുശേഷം ഞാൻ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ചെമ്മീൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ മാറ്റി വെച്ച് നമുക്ക് ക്യാപ്സിക്കം ആൻഡ് തക്കാളി ഇതിലേക്കിടാം. മിക്സ്. ആൻഡ് ഇത് നമ്മൾ നല്ല രീതിയിൽ കുക്കാവാൻ വെക്കുക. നെക്സ്റ്റ് ഒരു 1/2 സ്പൂൺ വലിയ ജീരകം, ഇത് പൊടിയല്ലേ, പൊടി, അതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ജീരകം. ആൻഡ് നമ്മളത് അവിടെ സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ലോണം വിശക്കുന്നു. രാവിലെ ഞാൻ 2 പത്തിരി കഴിച്ചതാണ്, അതിനുശേഷം ഞാൻ ഒന്നും കഴിച്ചില്ല. സോ ഞാൻ ചിപ്സ് കഴിക്കും. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങളെന്തിനാണ് നോക്കുന്നത്? വലിയ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത് അടിപൊളിയായിരിക്കും. ആൻഡ് ദിസ് ഈസ് മൈ മോംസ് ഫേവറേറ്റ് പാത്രം. ഇത് പാത്രമല്ല, ഇതിങ്ങനെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതക്കുന്ന സാധനമാണ്. ഇതിലിപ്പോൾ ഇഞ്ചി ഉണ്ട് കേട്ടോ. അത് ചതക്കണം. നല്ലോണം ചേർക്കണം.
ആ സ്പൂണും തരുമേ. ഇതിൽ തന്നെ നമുക്ക് ചേർക്കാം. സോ നമ്മളങ്ങനെ ആ വെജിറ്റബിൾസിൽ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ റൈസിനായാലും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നോക്കുക, എന്നിട്ട് കറക്റ്റാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മളെ ചെമ്മീൻ അവിടെ ഫ്രൈ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ റൈസ് അതൊരു 3/4 ഭാഗം വെന്തതിന് ശേഷം നമുക്കത് ഊറ്റി മാറ്റാം. പിന്നെ ഞാൻ ആ കുക്കായ വെജിറ്റബിൾസിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റൈസും കൂടെ ഫുള്ള് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റൈസ് ഫുള്ള് ഇതിലേക്ക് ഇട്ടുവാൻ കുറച്ച് നെയ്യ് എടുത്തിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ആൻഡ് ഇത് ഇട്ട് കൊടുത്തിട്ടൊരു 10 minutes ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ റൈസ് റെഡിയായി. ആ 10 minute കഴിഞ്ഞാലേ. ആൻഡ് അങ്ങനെ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്കിനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ പ്രോൺസ് റൈസ് ചെമ്മീൻ ചോറോടെ റെഡിയായി. കുറച്ച് സമയം എടുത്തിട്ട് സമയം എടുക്കും, നല്ല വിശക്കുന്നു. ഞാൻ കുറച്ച് ചിപ്സൊക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും എനിക്ക് വിശപ്പ് നിന്നില്ല. സോ അത് കഴിക്കാം. സംഭവം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, എന്നാൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് ടൈം എടുക്കും. ബട്ട് ഇറ്റ്സ് സോ സിമ്പിൾ. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും അടിപൊളിയായി വന്നിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ് മീ. ഫുള്ള സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഓവർ മസാലയൊന്നുമില്ല, ബട്ട് ഒരു സിമ്പിൾ മസാലയും ചെമ്മീനൊക്കെ വന്നുകൊണ്ട് സൂപ്പറായിട്ടുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.